എയറോളിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങളിതാ, ഞാൻ നമ്മുടെ ചെറുപ്പു, നമ്മുടെ ബാക്കിലിതാ സൈനുലാബിദ്, ഞങ്ങൾ 3 പേരും പിന്നെ കക്കാടംപൊയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കക്കാടംപൊയിൽ പിന്നെ റൂം കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അവിടേക്ക് പോകണം. നമ്മളെ അരിപ്പുറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ റോഡിലൂടെ വേണം നമുക്ക് അവിടേക്ക് പോകാനായിട്ട്. ഇനി ഏകദേശം കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കക്കാടംപൊയിലെത്തും. നല്ല മഴയ്ക്ക് പെയ്തുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കോട പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം മഴ പെയ്തുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഏതായാലും നല്ല കാലാവസ്ഥ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ വീഡിയോയിലൂടെ കാണാം. അവിടെയുള്ള കാഴ്ചകൾ കാര്യങ്ങൾ ഇപ്പോൾ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ പിന്നെ കക്കാടംപൊയിൽ ഏകദേശം എത്താറായി. ഇപ്പോഴത്തെ സമയത്ത് പിന്നെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഏകദേശം മഴക്കാർ നല്ല കോട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഏതായാലും മഴ ഏകദേശം ഒരു അരമണിക്കൂറിൽ മഴ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അങ്ങനെ മൂടി റോഡിൽ അത്ര വലിയ തിരക്കൊന്നും കാണില്ല. ഈ റോഡിലൂടെ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയാൽ നമുക്ക് പിന്നെ പോകേണ്ട ആ ഒരു ഭാഗത്തെത്തും. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകും. അങ്ങനെ ഞങ്ങളിതാ പിന്നെ കക്കാടംപൊയിൽ എത്തി തുടങ്ങിയിട്ട്. ആ സമയത്ത് കണ്ടില്ല, ഫുള്ളായിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത അസാധ്യമായിട്ടുള്ള കോട. ആ ഒരു വൈബിൽ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മഴയും കൊണ്ടിട്ടുള്ള റൈഡ് ബൈക്ക് മണി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ വൈബ് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക, ആദ്യം മഴയില്ലാതെ ഈ കുഞ്ഞിൻ്റെ മേലെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്നിങ്ങനെ മഴയും കൊണ്ട് കോടയും കൊണ്ട് അവിടെ കിട്ടുന്ന വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ സൈനുലാബിദ് അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പം വിജി അതുപോലെ തന്നെ വന്നാൽ ഇതേപോലത്തെ വൈബ് ആസ്വദിക്കാം. ചെറിയ രീതിയിൽ കാറ്റുമാരെ ഫുള്ളി ഇട്ടിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രക്ഷയില്ല. അങ്ങനൊന്നും കാണുന്ന പോലില്ല. നല്ല കോടുണ്ട് കേട്ടോ ഈ ഭാഗം. രക്ഷയില്ലാത്ത കാഴ്ചകൾ. കുറച്ചും കൂടി കഴിഞ്ഞാൽ റോഡ് തന്നെ കാണുമെന്നുള്ള സംശയമാണ്. അജാതി ആംബിയൻസ്, നല്ല തണുപ്പ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തണുപ്പ്. ഏകദേശം ആ ഒരു ഏരിയ എത്താനായി. അങ്ങനെ നമ്മൾ പിന്നെ കക്കാടംപൊയിൽ നേരെ നമ്മൾ അരിപ്പുറ പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ആ ഒരു പോകുന്ന ഇതിലേക്ക് കട്ടേജ് ചെയ്തിട്ടുണ്ട്. ഈ റോഡിലൂടെ ഇങ്ങനെ പോയിട്ട് വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഭാഗത്തെത്താനൊക്കെ. അപ്പോൾ ഇവിടേക്ക് എത്തിയ സമയത്ത് വീണ്ടും ചെറിയ രീതിയിൽ മഴ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കണ്ടില്ല, ഈ ഒരു ആംബിയൻസിലൂടെ വേണം മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ കയറി പോകാൻ കേട്ടോ. അതിൻ്റെ പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ മുകളിലൊക്കെ അട്ടുകളുണ്ട്. അതുപോലെ തന്നെ അത് വേറെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, അതെങ്കിലും വൈബായിരിക്കും കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ വെള്ളം ഒലിക്കുന്ന ഏരിയയാണ്. മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന് മുകളിലൊക്കെ അട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ താമസിച്ച സ്ഥലങ്ങൾ നമ്മളെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. ഇത് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇനി ഇജും കാണൂ. ഈ ഒരു ഇതിലൂടെ ഇങ്ങനെ മുകളിലോട്ട് പോകണം. ലൈക്കും കമൻറ്റും ഷെയറും അപ്പോൾ നിങ്ങൾ പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ടില്ല. എന്താ ഒരു ഇതിൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ള കാണുന്ന ഒരു അട്ടാട്ടത്. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഈ ഒരു മലൻ്റെ ഏരിയ കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ എന്താ പറയുക, നല്ല രീതിയിൽ പിന്നെ അട്ടൻ്റെ ശല്യം നല്ല രീതിയിലുണ്ട്. നമ്മൾ ശരിക്കും പോലെ കണ്ടില്ല, അതങ്ങനെ പാറി കളിക്കുന്നത്. അപ്പോൾ അത് നല്ല സാനിറ്റൈസറാ ഉപ്പാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വന്നിട്ട് ഈ പണി പാലും വെള്ളത്തിൽ കിട്ടും. അങ്ങനെ ഞങ്ങളിതാ പിന്നെ ഞങ്ങളെ ഇവിടുത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ നേരെ താഴേക്ക് ഇറങ്ങി കേട്ടോ. നമ്മളിതാ 3 പേരും ഈ ഒരു വഴിയിലൂടെ നമ്മൾ രാത്രി വന്നിട്ടുണ്ടായിരുന്ന വഴിയാണ്. അതുകൊണ്ട് നമുക്ക് വിഷ്വൽസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. ആ ഒരു വഴിയിലോട്ട് ഇങ്ങനെ പോയി നോക്കാം. ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ പോകണമെന്നുള്ളത് നമുക്ക് താഴത്തത്തിന് ദിവസം തീരുമാനിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ട്രക്കിങ്ങോ കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. കുരിശുമല കാര്യങ്ങളൊക്കെ കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു മൂടി പിടിച്ചൊരു കാലാവസ്ഥയാണ്. അത് പൊതുവേ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും.
അപ്പോൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയാൽ കുറച്ച് അട്ടകയുടെ കുറച്ചുകൊണ്ട് എടുക്കാം. ഏതായാലും പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാര്യങ്ങൾ ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഫുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ കോയിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ചാർജ് എത്രയാണ് വന്നത്? ടിക്കറ്റ് 120 ടോട്ടൽ 3 പേർക്ക് 40 രൂപ വെച്ചിട്ട് ടിക്കറ്റ് വന്നു. 120 രൂപയാണ് കുട്ടികൾക്ക് 3 ആൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കോയിപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം മഴക്കാലമായതുകൊണ്ട് നല്ല ഫോഴ്സ് ഉണ്ട്. വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നും പിന്നെ ഒരു ഓൾറെഡി ടിക്കറ്റ് വരുന്ന സമയത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. ദൂരത്തുനിന്ന് സംഗതി കാണുക അത് കാഴ്ചയാണ് അവർ പറയുന്നത്. അപ്പം നമ്മളേതായാലും ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങളിതാ കോയിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിട്ടോ. ഈ ഒരു കാണുന്ന കാഴ്ചയാണ് കോയിപ്പാറ. ഭയങ്കര ഫോഴ്സിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് പതിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകണം കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. രാവിലെ തന്നെ ആയിരിക്കണം സമയം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ത് ആംബിയൻസ് അറിയാം, എന്ത് ഫോഴ്സിലാണ് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടിയിട്ട് എന്താ പറയുക ഇങ്ങനെ നിൽക്കും. നല്ല രസമുള്ള കാഴ്ച. പക്ഷെ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കാണാനേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അല്ല ഈ പള്ളിയിൽ കുടിക്കും. അപ്പോൾ അപകടമൊക്കെ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങളിതാ കക്കാടംപൊയിൽ എത്തിയിട്ട് ഇവിടുന്ന് കുരിശുമല കയറാനുള്ള പരിപാടിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് പിന്നെ കുരിശുമലയിലേക്ക് പോകുന്ന ആ ഒരു ടോപ്പിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ജീപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. നമ്മൾ നടക്കുന്നത് കുറേ കുറഞ്ഞിട്ടു. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അടുത്ത് ഇങ്ങനെ നടന്നു പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. വഴിയിലൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ റോഡിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഇതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. എന്താ പറയുക, നമ്മളെ നടത്തം കുറേ കുറഞ്ഞിട്ടും ഈ ഭാഗത്തൊക്കെ ഫുള്ള് കോട ഫുള്ള് വൈബാണ്. ഈ ഭാഗത്ത് കണ്ടില്ല ഫുള്ള് നല്ല കാഴ്ച കാര്യങ്ങൾ, ഫുള്ള് കോട കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കട്ടെ. ഏതാ പോകുന്ന വഴി രക്ഷയില്ല. പിന്നെ നമുക്ക് ആ മല കയറാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മല കയറി നമുക്ക് ആ മല കയറാം. അപ്പം ഞങ്ങളിതാ പിന്നെ കുരിശുമലൻ്റെ ഏരിയ ഈ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന ടൈമിൽ ആ ഒരു മല ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കയറാൻ പോകുന്നത് ഈ ഒരു മലയാണ്. അപ്പോൾ സർഫു നമ്മൾ ആ മല കയറാൻ റെഡി അല്ലേ ജി? സൈനോജി റെഡിയാണോ? ഇതാണ് ഇങ്ങനെയാണ് ആൾക്കാർ യാത്രക്കാരാണ്. ഏത് സാഹചര്യവും പിന്നെ വരും. അപ്പോൾ പിന്നെ നമുക്ക് ആ സൈഡത്തെ മല കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകാം. ഈ ഒരു വഴിയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കാഴ്ച വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പോകട്ടെ. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് പോവാം. അപ്പോൾ കണ്ടില്ല നിങ്ങൾ നമ്മളെ കുരിശുമലൻ്റെ കക്കാടംപൊയിലുള്ള പിന്നെ വ്യൂ കാര്യങ്ങളായിട്ടായി കാണുന്നത്. നല്ല രസത്തിൽ ഇങ്ങനെതാ ഈ ഒരു മല ഇങ്ങനെ കയറി ഇറങ്ങി ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നത്. ഇറങ്ങി പോകുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന കാഴ്ച ഒരു രക്ഷയില്ലാതെ നല്ല കാഴ്ച കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്കും ജീപ്പ് വരും. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു സൈഡിലാണ്, ആ ഒരു ഭാഗത്തേക്കും ജീപ്പ് പോകും. അതാകുമ്പോൾ കുറച്ചും കൂടി ഇത്ര പോലും ഭാഗം നമുക്ക് കയറണ്ട ജീപ്പായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 വഴിയിലൂടെ നമുക്കിതിൻ്റെ കുരിശുമല ടോപ്പൊക്കെ എത്താം. പിന്നെ ഇതാകുമ്പോൾ ഇത്ര പോലും ഭാഗം നമ്മൾ നടക്കണം. ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.
അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ആ ഒരു വഴിയിലൂടെ നമ്മൾ ആ ഒരു സൈഡിലാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഷറഫും വരെയൊക്കെ അതങ്ങനെ മുന്നിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുരിശുമലേൻ്റെ ആ ഒരു ഓപ്പോസിറ്റുള്ള സൈഡിലേക്കുള്ള മലയിട്ട കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സമയം ഏകദേശം ഒരു 11-12 ആ ഒരു സമയമായി, ഉച്ചയാവാനായി. ആ ഒരു സമയത്തിന് ആൾക്കാരിങ്ങനെ ഈ ഒരു സമയത്ത് കയറി പോകുന്നത്. പക്ഷേ ഇതിന് മുകളിൽ തണുപ്പ് കുറവാണ്, ചെറിയ രീതിയിലുള്ള കാറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല കാലാവസ്ഥ തെളിഞ്ഞ് നിൽക്കുന്ന, അതുകൊണ്ട് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടാവും കേട്ടോ. നമ്മുടെ ടീം ഇതാ പുറകിലായിട്ടിങ്ങനെ ഇവിടേക്ക് നടന്നു വരുന്നുണ്ട്. ഇവിടുത്തെ എന്താ പറയുക, ഓഫ് റോഡ് വണ്ടി മാത്രം കയറിപ്പോളൂ. 2 ടയറിന് പോകാനുള്ള 2 ഗ്യാപ്പിലുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടുക്കുള്ള സ്പേസ് ചെറിയ കുണ്ടും. വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. ഒരു ഭംഗി. ഈ ഒരു മുകളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള വ്യൂ. കാരണം നല്ല കുത്തനുള്ള കയറ്റട്ടോ. കയറി പോകുമ്പോൾ തന്നെ ഏകദേശം നല്ല കിതപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവന്മാരേതായാലും എന്നെ പിരായി പറയില്ലോ. ഞങ്ങളിതാ കുരിശുമലയിലെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാണ്. ഈ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ കോട. 12 മണി സമയം നല്ല രീതിയിലുള്ള കോട ഉണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റ്, എല്ലാവരും ഒരു പ്രത്യേക ആംബിയൻസ് കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ, ആ ഭാഗത്തുള്ള മല ഒന്നും കാണാൻ പറ്റുന്നില്ല. കോട ഇങ്ങനെ വന്നിട്ട് ഒരു രക്ഷയില്ല, എന്ത് കാറ്റാ. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു ടോപ്പിലെത്തിയിട്ടാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് കടന്നാൽ കുറച്ചും കൂടി ആയിട്ടുള്ള സ്ഥലത്ത് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് എന്താ പറയുക, നമ്മുടെ കൂടരഞ്ഞി ഭാഗമൊക്കെയാണ് കേട്ടോ കാണുന്നത്. ആ ഒരു ടൗണൊക്കെയാണ് കാണുന്നത്. ഫുള്ള് മല, കോട, കാറ്റ്, പ്രത്യേക ഒരു ആംബിയൻസാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക്, എന്താ പറയുക, ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് കയറി വരാവുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. നല്ല കുത്തനുള്ള കയറ്റാണ്. ചില ഭാഗങ്ങളിൽ നല്ല രീതിയിൽ കിതപ്പൊക്കെ വരും. റെസ്റ്റ് എടുത്ത് കയറുക. ആ മല പിന്നെ അത്ര ടാസ്കില്ല, അത്ര പിന്നെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അടുത്ത് വരെ വണ്ടി വരും. അതുകൊണ്ട് അത്ര ടാസ്കില്ല. പക്ഷേ ഈ മല ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. നമ്മളെ ബാക്ക് സൈഡിൽ ആ ഒരു കാണുക കേട്ടോ, കുരിശുമല, ആ ഒരു കുരിശിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ കിട്ടുന്ന കാറ്റ്, എന്ത് കാറ്റാണെന്നോ, ഭയങ്കര രസമുള്ള കാറ്റ്. പുല്ലൊക്കെ കണ്ടില്ല, നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ്, നല്ല തണുത്ത കാറ്റ്, അത്യാവശ്യം നല്ല കോട കാര്യങ്ങളെല്ലാം കേട്ടോ. ഒന്നും പറയാനില്ല, പ്രത്യേക ആംബിയൻസ് തന്നെ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ കിട്ടുന്ന കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട്. നമ്മളെ സൈനുദ്ദീനിതാ നമ്മൾ പുറകിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തുടങ്ങിട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാസ്ക് കേട്ടോ. താഴത്തേക്ക് നമ്മളിതാ സൈനുതാ ഇങ്ങനെ നിരങ്ങി വരുന്നുണ്ട്. നമ്മളെ ഷറഫുതാ വളരെ ഫാസ്റ്റായിട്ട്, ഷറഫു ആള് ആ ഒരു ഉഷാറ, ആരോഗ്യമുണ്ട് ആള്. ഈ തടി മണ്ണുണ്ടെങ്കിലും അതിനുള്ള സംഗതി ഉണ്ട് ആളെടുത്ത്. കയറി മേലെത്തി. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയാലേ ആ ഒരു വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വണ്ടി കിട്ടും. അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ നിന്ന് കയറിയതാ താഴേക്ക് എത്തിട്ടോ. താഴേക്ക് എത്തിയ സമയത്ത് ആ ഒരു എന്താ പറയുക, കിതപ്പ് കാര്യങ്ങളൊക്കെ പോയി നല്ല ആംബിയൻസിലിതാ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ കയറിയിട്ടുണ്ടാവുന്ന ആ ഒരു വഴിയിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജീപ്പ് കിട്ടുന്ന ഒരു ഏരിയ എത്താൻ പറ്റും. അതാണ് നമ്മളെ കുരിശുമലൻ്റെ വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ ജീപ്പ് നമ്മളെ കൊണ്ട് ഇറക്കിയ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വന്ന ഭാഗത്തേക്ക് തന്നെ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴത്തേക്കെത്തും. ഇവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇതാ അത്യാവശ്യം ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കോടങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടി വരെ എല്ലാവർക്കും ബൈ.